ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് പോവാം. സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഈ കടല ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടതാണ്. കടല നമുക്ക് 9 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ടൈം കുതിർത്തിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ കടല നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കടല നമുക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. കടല നമ്മൾ ഒറ്റ ട്രിപ്പിന് അടിച്ചെടുക്കരുത്, 2 പ്രാവശ്യമായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇതിൻ്റെ തൊണ്ടൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരക്കണത്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോഴേക്കും ചെറിയ തരിതരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാരമില്ല. വടയായതുകൊണ്ടിട്ട് നമുക്ക് ഇതൊരു പരുവത്തിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തരിതരിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ബാക്കിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം. രണ്ടാമത് അരക്കുമ്പോൾ കുറച്ച് തരിതരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ സാരമില്ല. നമുക്കിത് തരിതരിപ്പ് ആവശ്യമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതേ മിക്സി തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസായിട്ടുള്ളൊരു സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള 1 മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മുളക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മുളക് വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കഷ്ണം ഇഞ്ചിയാണ്. ഇപ്പോൾ ഞാൻ ആ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചതച്ച പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ചതച്ച പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചേക്കണ കടയിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകമാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈവച്ചാണ് മിക്സ് ചെയ്യുന്നത്. കൈവച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും ആകുകയും ചെയ്യും. നമുക്കിത് നന്നായിട്ട് മയപ്പെടുത്തി എടുക്കാനും പറ്റും. ഇപ്പോൾ ഞാനിത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടെ കുഴച്ച് മയപ്പെടുത്തി എടുക്കുക. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ ഒരു ടൈറ്റും സോഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കടിക്കുമ്പോൾ അത് നല്ലൊരു സ്വാദ് കൂടെയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത ശേഷം ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഇത് ചെറിയ ബോളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്കിതാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഓവൽ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വശങ്ങളെല്ലാം നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നടുവിലെ ഭാഗം കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ സാരില്ല, സൈഡ് കുറച്ച് കട്ടി കുറഞ്ഞ് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുക.
അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടെ ചെയ്തെടുക്കാം. നല്ല ചെറിയ ബൗളാക്കി ഉരുട്ടിയെടുത്ത ശേഷം നമ്മുടെ ഇഷ്ടാനുസരിച്ചുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ ചെറിയ ബോളുകളാക്കി ഓവൽ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതാവുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ കറക്റ്റ് പാകത്തിന് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു തരി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടിൽ വട ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ അധികം ചൂടാക്കാത്തത്. എണ്ണ അധികം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉൾഭാഗമൊന്നും നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് ഓയിൽ അധികം ചൂടാക്കി എടുക്കാത്തത്. നമ്മൾ വട ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ ഇത് മറിച്ചിടാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ വടയുടെ ഒരു വശം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ 2-3 പ്രാവശ്യം മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗവും കൂടെ നന്നായിട്ട് 2 വശവും മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ മൊരിയിച്ചെടുക്കാം. ഇത് വളരെയധികം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈവനിങ് സമയത്ത് നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഇത് നമ്മൾ കാണുന്ന പോലെയല്ല, ടേസ്റ്റ് നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.